അങ്ങനെ ഞങ്ങൾ ഇതാ കൊയിലാണ്ടി അവിടെ സ്റ്റാൻഡിലെത്തി. ഉമ്മനെയാണ് കേട്ടോ വെയിറ്റ് ചെയ്തത്. നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും ഉണ്ട്. അങ്ങനെ ഉമ്മ ബസ് കയറി അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മനെ കണ്ടപാട് ഹൈസയും മിഷുപ്പിയും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ കുട്ടീസൊക്കെ ഉണ്ടാകുന്നില്ല, എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് മേടിച്ചാലോ എന്ന് വെച്ചിട്ട് നേരെ അവിടെ ഒരു ഡേ നൈറ്റ് എന്നുള്ളൊരു ബേക്കറി കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോഴാണ് ഒരു ലഡു കഴിക്കാൻ ആഗ്രഹം വന്നത് കേട്ടോ. അങ്ങനെ ഒന്ന് വാങ്ങി നമ്മൾ രണ്ടുപേരാക്കിയതാട്ടോ. ഷുഗറൊക്കെ അല്ലേ കുറച്ച് കുറയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിഷാരിക്കാവ് എത്തിയപ്പോൾ സമാധാനം ആയിക്കോർത്ത്. പിന്നെ അതിൻ്റെ കുറച്ച് തൊട്ടടുത്താണെന്ന് പറഞ്ഞതിനോട്ട് വേഗം എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ അതിൻ്റെ വീടിൻ്റെ മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളിവിടെ ഹൗസ് വാമിങ്ങിന് വന്നാൽ അതിനുശേഷം പിന്നെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. അളിയനൊക്കെ വിളിച്ചിട്ടാട്ടോ അപ്പോൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ അളിയൻ്റെ അമ്മ പാത്തമ്മച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സംസാരിച്ചൊക്കെ നിന്നതിന് ശേഷം പിന്നെ അവർ നമുക്ക് ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അന്നത്തെ ഐറ്റംസ് ആണ് കേട്ടോ. ഹൈസയൊക്കെ നല്ല അടിപൊളിയായിട്ട് മുട്ടയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് സമയം അവരോട് കഥയൊക്കെ പറഞ്ഞ് കുറേ സമയം അവിടുത്തെ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അങ്ങേക്ക് തന്നെ പോയി.